റഹ്മാൻ അസ്സലാമു അലൈക്കും. വർഷം ആയുസ് ഇങ്ങനെ പോകുന്നു. നമ്മുടെ മിനിയാന്നല്ലേ ന്യൂ ഇയർ കഴിഞ്ഞിന്. നാളെ ന്യൂ ഇയർ 25 ഇന്ന് 24. അതുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ് 24 ഇവിടെ യാത്ര അയക്കാം. ബിസ്മി പറഞ്ഞ് 25 സ്വീകരിക്കുക. ആയുസ് അങ്ങനെ പോകുന്നതെല്ലാം ഓർമ്മ ഉണ്ടാകണം. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് നല്ല ഭക്തിയോടെ ജീവിച്ചോ. മാഷാ അല്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കൂന്തൽ കറിയാണ്. കൂന്തൽ ഫ്രൈ ആണ് കേട്ടാ, കറിയല്ല, കൂന്തൽ ഫ്രൈ. അതിനിതാ 3 ഉള്ളി ഇങ്ങനെ മുറിച്ചത്, 2 തക്കാളി, ഒരു വലിയ കൂന്തലാണിത്, വലിയത്. ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഇല്ലാതുകൊണ്ട് കപ്പമുളക്, ഏറ്റവും നല്ല കപ്പമുളകല്ലേ, കപ്പമുളക്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, മല്ലിപ്പൊടി 2 സ്പൂണ്, കുരുമുളക് 3 സ്പൂണ്. കുരുമുളകാണ് ഇനി മുഖ്യമായിട്ട് വേണ്ടത്. കുരുമുളകിൻ്റെ ഫ്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. മാഷാ അല്ലാഹ്. കുക്കർ വെക്കുന്ന, അതിലേക്ക് ഇഞ്ചി നീളത്തിൽ ചോപ്പ് ചെയ്തത്, പിന്നെ വെളുത്തുള്ളി ഇത് 2, കുറച്ച് കറിവേപ്പിലയും വേണം. ഇത് കുറച്ചാവുമ്പോൾ ഉള്ളി ഇടേണ്ടത്. ഇത് കുറച്ച് വഴറ്റിയാവുമ്പോൾ ഇനി ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം തുറച്ചല്ലേ. തക്കാളി ഇട്ടിതാ, ഉള്ളി ഇതെല്ലാം പച്ചച്ചവ മാറി എല്ലാം ആയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത്, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി അതും ചേർത്ത്, പിന്നെ ഇത് ചെറിയ സ്പൂണായിട്ട് കുറേ വേണ്ടി വരും. ഇതാ 1 2 3 4 5 6 7 സ്പൂൺ, ടീസ്പൂൺ. എന്നിട്ട് കൂന്തലിട്ട് മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതെല്ലാം ഇട്ട്, എന്നിട്ടിതാ ഇത് ഇട്ട് ഒന്ന് കൂന്തൽ ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. മീഡിയം സൈസിൽ തീയാക്കണം. എന്നിട്ട് ഇത്ര വെള്ളം ഒഴിക്കണം വേകാൻ വേണ്ടി. എന്നിട്ട് മീഡിയം സൈസിലാണ് ആക്കേണ്ടത്. തീ മീഡിയം സൈസിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് പാകത്തിന്. വെള്ളം മതിയില്ലേ? കുറച്ചും കൂടി ഇക്കണം. വെള്ളം പോരാതോ, കുക്കറിന് വെള്ളം വരുമല്ലോ. മതിയല്ലേ, പള്ളക്ക് തട്ടിക്കൂടാ. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരണം കേട്ടോ. ശേഷം ഓഫാക്കിയിട്ട് നോക്കാം. ഇതങ്ങനെ നമ്മളെ കൂന്തൽ ഫ്രൈ ആയി ഇവിടെ ഇതാ അടിപൊളി. അതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വെറി വരും. അത്രയ്ക്ക് അടിപൊളിയായിട്ട്. മാഷാ അല്ലാഹ്. നിങ്ങൾ ഇതാണ്ടാ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ. മാഷാ അല്ലാഹ്. അടുത്ത വീടാകുന്നവരെ മാസല.